മാധ്യമപ്രവർത്തകനെ സജീവൻ ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, എങ്ങനെയാണ് ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത്? 15 പ്രതികൾക്കും തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ 15 പ്രതികൾക്കും തൂക്കുകയർ വിധിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? മാതൃകാപരമായ ശിക്ഷ തന്നെയാണ് ഇക്കാര്യത്തിലൊക്കെ വേണ്ടത്. കാരണം രാഷ്ട്രീയത്തിന്റെയോ രാഷ്ട്രീയം കലർന്ന മതത്തിന്റെയോ ഒക്കെ വിരോധം വെച്ചുകൊണ്ട് വ്യക്തികളെ കൊല്ലുക എന്ന് പറയുന്നതും പരസ്യമായിട്ട് അതിക്രൂരമായിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ നിയമത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ട് അവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്താലും ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ഇനിയും രംഗത്ത് വരാൻ സാധ്യതയുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകും, അല്ലെങ്കിൽ ഇതേ പ്രതികൾക്ക് തന്നെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകും. പരമാവധി ശിക്ഷ കൊടുക്കുക, അത് നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുള്ള ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. കോടതി ഇവിടെ 15 പേർക്കും ശിക്ഷ കൊടുത്തുള്ളത് അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കൊലപാതകമാണ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഇത്രയും ആളുകളുടെ പങ്കാളിത്തം, അതിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തം കൂടി പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടായിരിക്കും. കാരണം ഇത്തരം വിധിയൊക്കെ പ്രസ്താവിക്കുമ്പോൾ വധശിക്ഷ എന്ന് പറയുന്നത് കൊടുക്കണമെങ്കിൽ സുപ്രീം കോടതിയുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിന്റെ തത്വങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഒരു പ്രതി അറിയാതെ ചെയ്തു പോകുന്ന കൊല, അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടൊക്കെ വന്നു പോകുന്ന കൊല എന്നുള്ളതിനപ്പുറത്ത് വളരെ പൈശാചികമായ ബുദ്ധിയോട് കൂടിയിട്ട് വൈരത്തോട് കൂടിയിട്ട് നടത്തുക, അതും കുറെ ആളുകൾ കൂട്ടമായിട്ട് ആലോചിച്ച് ഗൂഢാലോചനയിലൂടെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കണം. അങ്ങനെയുള്ള കാര്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും കോടതി തരത്തിലുള്ള വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ രാഷ്ട്രീയവും മതവും കൂടി ചേർന്നിട്ടുള്ള ഒരു തരത്തിലുള്ള വൈരം അത് പലപ്പോഴും അതിക്രൂരമായിട്ടുള്ള അക്രമങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് തടയാൻ കോടതിയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നത് നല്ല കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സജീവൻ, താങ്കൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ജാതിമത രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി ഒരു മനുഷ്യന്റെ ജീവനെ വില കൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിധി പ്രസ്താവം ഇനി വരുന്ന ഇത്തരത്തിൽ ഒന്ന് ചെയ്യുന്ന പ്രതികൾക്ക് ഒരു മുൻവിധി തന്നെ, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് ഭയക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനിയും ഇത് തുടരുമെന്നാണോ? അല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വധശിക്ഷ ഉൾപ്പെടെ ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം, ജീവിതാന്ത്യം വരെയുള്ള ജയിൽ ശിക്ഷ എന്നൊക്കെ പറയുന്നൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യുന്ന ഒരു വലിയൊരു ഈ ഒന്നുകിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മതം അത് തലയ്ക്ക് പിടിച്ചിട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ അവർക്ക് ഒരു തരത്തിൽ അതിന് മുമ്പുണ്ടായിട്ട് ശിക്ഷകളെ കുറിച്ചോ അല്ലെങ്കിൽ വിധികളെ കുറിച്ചൊക്കെയുള്ള പഠനം നടത്താൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പരിധി വരെയെങ്കിലും ഇത്തരം ആളുകൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരാൾക്ക് ഇത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ശിക്ഷ ഉണ്ടാകുമെന്നുള്ള ഒരു സാധ്യത. അതുകൊണ്ട് ഇതോടുകൂടിയിട്ട്, ഈ വിധിയോട് കൂടിയിട്ട് ഇനി ഇത് വിധി മേൽക്കോടതിയൊക്കെ അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതേപോലെ തന്നെ നടപ്പാക്കുകയെന്ന് വിചാരിക്കാം. വധശിക്ഷ പൂർണ്ണമായിട്ട് നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കുറെ ആളുകൾക്കെങ്കിലും അതൊരു ഭയമായിട്ട് മാറും. ഇപ്പൊ പലപ്പോഴും കീഴ്ക്കോടതിയുടെ വധശിക്ഷ എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ ലൂപ്പോൾ ഉണ്ടെങ്കിൽ അത് മേൽക്കോടതി റദ്ദ് ചെയ്യാറുണ്ട്, പിന്നെ ജീവപര്യന്തമാക്കാറുണ്ട്, ചിലപ്പോൾ പ്രതികൾ വെറുതെ വിടാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അങ്ങനെ മുകളിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ള തോന്നൽ ഈ ഘട്ടത്തിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ ശിക്ഷ മേൽക്കോടതികൾ ശരിവെക്കുകയും അതനുസരിച്ച് ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുള്ള ഭയം കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രീ സജീവൻ, ഈ ഒരു അവസരത്തിൽ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിന്